നമുക്ക് ഐഡിയ സ്റ്റാർ സിംഗർ, സരിഗമപ തുടങ്ങിയ പരിപാടികളെല്ലാം ഒരുപാട് ഗായകരെ സമ്മാനിച്ചിട്ടുണ്ട്. ആ ഗായകരെല്ലാം നമുക്ക് ഇഷ്ടവുമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡാൻസേഴ്സിനെ നമുക്ക് സമ്മാനിച്ച ഒരു ചാനലാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് D4 ഡാൻസ്. ഈ പരിപാടി മഴവിൽ മനോരമയിലാണ് സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരുന്നത്. പേളിമാണിയൊക്കെ ഇതിൻ്റെ അവതാരകരായിരുന്നു. ഇപ്പോൾ D4 ഡാൻസ് ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. D4 ഡാൻസ് പുതിയ ഭാവത്തിലും രൂപമാറ്റത്തിലുമൊക്കെ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു. മീര അനിലും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലെ അവതാരകയായിട്ടാണ് മീര അനിലിനെ നമ്മൾ കാണുന്നതും നമ്മൾ എല്ലാവർക്കും ഇഷ്ടം നേടുന്നതും. അതേസമയം ഒരുപാട് അവാർഡ് ഷോകളിലും ഒരുപാട് നൈറ്റ് ഷോകളിലും ഒക്കെ ഒരുപാട് പരിപാടികളിൽ മീര അനിൽ അവതാരകയായിട്ട് എത്തിയിട്ടുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവതാരകരാണ് മീര അനിൽ, രഞ്ജിനി ഹരിദാസ്, GP തുടങ്ങിയവരൊക്കെ. പേളിമാണി അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അവതാരകരാണ്. ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് മീര അനിൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. D4 ഡാൻസ് എന്ന പരിപാടി ഏഷ്യാനെറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അവതാരകയായിട്ട് എത്തുന്നത് മീര അനിലാണ്. മീര അനിലിനെ പോലെ അത്രയും എനർജറ്റിക് ആയ ഒരു അവതാരക നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ കോമഡി സ്റ്റാർസ് പോലെ നല്ലൊരു ഹിറ്റ് പരിപാടിയായിരിക്കും D4 ഡാൻസ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് ഡാൻസേഴ്സിനെയാണ് D4 ഡാൻസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അവരെല്ലാവരും ഇപ്പോഴും സജീവമാണ്. പലരും സ്വന്തമായി ഡാൻസ് സ്കൂളുകളൊക്കെ തുടങ്ങി വിവാഹിതരായി കപ്പിളായി ഡാൻസ് സ്കൂളുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഷോസ് ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡാൻസ് ഷോകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇനി ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏഷ്യാനെറ്റ് ഇതുവരെ അങ്ങനെ ഒരു ഡാൻസ് പരിപാടിയൊന്നും നടത്തിയിട്ടില്ല. കൂടുതലും ഏഷ്യാനെറ്റ് പ്രോത്സാഹിപ്പിക്കുന്നത് പാട്ട് മത്സരങ്ങളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സരിഗമപ ഐഡിയ സ്റ്റാർ സിംഗർ തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ ഐക്കൺ ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഇങ്ങനെ ഡാൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്, പുതിയൊരു നല്ല തുടക്കം കൂടിയാണ്. എന്തുകൊണ്ടാണ് മഴവിൽ മനോരമ ഇത്തവണ D4 ഡാൻസിനെ പിന്തുണയ്ക്കാത്തത് എന്ന് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും മഴവിൽ മനോരമയിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് എത്തുമ്പോൾ പുതിയ രൂപമാറ്റങ്ങൾ D4 ഡാൻസിൽ എന്തായാലും ഉണ്ടാകും. ബിഗ് ബോസും ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വരുന്നുണ്ട്. ബിഗ് ബോസ് ഉടനെ ആരംഭിക്കും. കാരണം ഇപ്പോൾ അഗ്നിപരീക്ഷയൊക്കെ നടക്കുന്നുണ്ടെന്നും ബിഗ് ബോസിന്റെ കൂടുതൽ പ്രൊമോ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെ അല്ല, പല പല സ്റ്റേജുകളായിട്ടാണ് ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് മത്സരം. ഒരു വീടിനുള്ളിൽ പൂട്ടിയിട്ട് നടത്തുന്ന ഒരു ഷോ എന്നതിലുപരി മറ്റു കുറേ ടാസ്കുകളും കുറേ സെക്ഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മത്സരമാണ് ഇനി ബിഗ് ബോസ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. മോഹൻലാലിനുപരി പല പല മത്സരങ്ങൾക്കും പല പല ടാസ്കുകൾക്കും വേറെ വേറെ ജഡ്ജസ്മാരെത്തുന്നു എന്ന ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അഖിൽ മാരാർ, റെനീഷ, സാബുമോൻ തുടങ്ങിയവരൊക്കെ തിരികെ എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്.